ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന കീബോർഡിൻ്റെ ചില ഹിഡൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന Gboard എന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിളിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് Gboard. അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതും ഗൂഗിളിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പം ഈ Gboard നമുക്ക് നിലവിലും നമ്മളുടെ മൊബൈൽ ഡിഫോൾട്ട് കീബോർഡായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് പറയാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, Gboard എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്ന ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് നമ്മളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിനുള്ളിൽ പോവുക. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അഡീഷണൽ സെറ്റിങ്സിനകത്താണ് എൻ്റെ ഈ മൊബൈലിലുള്ളത്. പക്ഷേ ഓരോ കമ്പനി മാറും തോറും, അതായത് മൊബൈലിൻ്റെ കമ്പനി ചേഞ്ച് ചെയ്യും തോറും അതിൻ്റെ ഓപ്ഷൻസ് മാറും. ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷനുള്ളിലാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സിലുള്ള ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന അതെവിടെയാണോ എന്നുള്ളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കറണ്ട് കീബോർഡ് ഏതാണെന്നുള്ളത് നോക്കുക. ഇപ്പം സാംസങ് ആണെങ്കിൽ ചിലപ്പം സാംസങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈലിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് കീബോർഡ് ആയിരിക്കും നിങ്ങളവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് Gboard എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്കിപ്പം ഇനി എവിടെ ഓപ്പൺ ചെയ്ത് കീബോർഡ് വന്നു കഴിഞ്ഞാലും Gboard ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം വാട്സപ്പ് ആയിക്കോട്ടെ, ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് ആയിക്കോട്ടെ, എവിടെയായാലും നമ്മൾ ഫോണിൽ കണ്ടൻറ്റ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാൻ വരികയാണെങ്കിൽ Gboard തന്നെ ആയിരിക്കും. ഞാൻ ആദ്യം തന്നെ Gboardൽ ജനറലായിട്ടുള്ള കുറച്ച് ടൈപ്പിംഗ് മെത്തേഡ്സും അതിൻ്റെ ടിപ്സുമാണ് പറയുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിഡൻ ഫീച്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ Gboardൽ വളരെ വേഗത്തിൽ കണ്ടൻറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കുറച്ച് കണ്ടൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. സാധാരണ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിതുപോലെ സെലക്ട് ആൾ കൊടുക്കുക, ബാക്ക് സ്പേസ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇതല്ലാതെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും അറിവുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ബാക്ക് സ്പേസിൽ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഇടതുവശത്തേക്ക് സ്ലൈഡ് ചെയ്താണ് നമ്മളത് ഇത് ചെയ്യുന്നത്. പ്രസ് ചെയ്യുന്ന പാടെ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ലോലി സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എവിടെ വരെയാണ് സെലക്ഷൻ പോകുന്നത് എന്നുള്ളത്. അത് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് സ്ലോലി ചെയ്തതാണ്. ഓക്കെ, നമ്മൾ വേഗത്തിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റ ലൈനൊക്കെ ഉള്ളെങ്കിൽ ഒറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അടുത്ത ഇതിലുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കണ്ടൻറ്റ് ഇതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും കുറച്ച് കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യുകയോ അഡീഷണൽ സ്പേസ് ഇടുകയോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കണ്ടൻറ്റിൽ നമ്മൾ കഴ്സർ ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴ്സർ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളിൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പം അത് ടൈപ്പ് ചെയ്യുന്ന കീബോർഡിൽ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ആ ഇരിക്കുന്ന ലൈനിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മളുടെ സ്പേസ് ബാറിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ നമുക്കിങ്ങനെ സ്ലോയിൽ മൂവ് ചെയ്യിച്ച് കറക്റ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കണ്ടൻറ്റ് ഒന്നുകിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് Gboardൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മൾട്ടിപ്പിൾ കീബോർഡ്സ്, അതായത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളുടെ കീബോർഡിൽ തന്നെ സെറ്റിങ്സ് എടുക്കുക. മുകളിൽ ലാംഗ്വേജ് എന്ന ഓപ്ഷനുണ്ട്. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളത് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഇന്ത്യ, QWERTY. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നതിന് താഴെ ആഡ് കീബോർഡ് എന്നുള്ള ബ്ലൂ കളർ ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യാം.
ദെൻ നമുക്ക് ഇവിടെ ഇനി ഞാൻ മലയാളമാണ് ഉദ്ദേശിക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ മലയാളം എന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് മലയാളം ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കോമൺ ആയിട്ടുള്ള മലയാളം ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്തു, ഡൺ കൊടുത്തു, ഇത് ആഡായി. അപ്പോൾ ഈ മലയാളം എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം തന്നെ 3 രീതിയിൽ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അതായത് ആദ്യത്തേത് ABC2 മലയാളം, അതായത് മംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മലയാളം കീബോർഡ് തന്നെ നമ്മളിങ്ങനെ എനേബിൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് പാഡ് എനേബിൾ ചെയ്യാണ്. അപ്പോൾ ഞാനിതെല്ലാം ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്, ഡൺ കൊടുത്തു, ഞാൻ ബാക്ക് കൊടുത്തു, തിരിച്ച് നമ്മുടെ കീബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കീബോർഡ്സ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ ബബിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ്സ് ഇതുപോലെ സ്വിച്ച് ആവും. അതല്ലെങ്കിൽ Gboardന് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, അതിൻ്റെ സ്പേസ് ബാറിൽ ലോങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഏതൊക്കെ കീബോർഡ്സ് അവൈലബിൾ ആണോ അതിൻ്റെ എല്ലാ ലിസ്റ്റും നമുക്കിവിടെ കാണാൻ പറ്റും. അതിനകത്തുനിന്ന് നമ്മൾ ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ABC2 മലയാളം അതൊന്ന് ചൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഇംഗ്ലീഷിൽ NJAN എന്ന് ടൈപ്പ് ചെയ്തു, ഞാൻ എന്നുള്ള രീതിയിൽ. അതായത് അത് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ടൈപ്പ് ചെയ്തു. പിന്നുള്ളത് നമുക്ക് മലയാളം കീബോർഡ് തന്നെയാണ്. മലയാളം കീബോർഡ് വളരെ നല്ല രീതിയിലാണ് ഗൂഗിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈ ദീർഘം അങ്ങനെയുള്ള ദീർഘങ്ങളും പുള്ളികളും കാര്യങ്ങളിലൊക്കെ നമുക്കിവിടെ അവൈലബിളാണ്. അതുകൂടാതെ ഓരോ ലെറ്ററിലും നമ്മൾ ലോങ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും മറ്റും ഇവിടെ ഓപ്ഷനായിട്ട് ഇങ്ങനെ വരും. നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഇങ്ങനെ ചൂസ് ചെയ്യാം. എല്ലാത്തിനും തന്നെ ഇതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും നമുക്കിതുപോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വളരെ ഈസിയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ. ഓക്കെ, പിന്നുള്ളത് നമുക്ക് അടുത്ത ഓപ്ഷൻ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് പാഡാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ മോഡിൽ അതിൻ്റെ ലെറ്റേഴ്സ് വരുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ പേപ്പേഴ്സിൽ എഴുതുന്ന പോലെ തന്നെ നമുക്കിവിടെ എഴുതി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പെൻസ് അവൈലബിൾ ആണ്. നമുക്ക് നോർമൽ ബോൾ പെന്നല്ല, ടച്ചിങ് പാഡിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പെൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നമുക്ക് പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് Gboardൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിത് ഓൾറെഡി ഇതിനകത്ത് ഇത്രയും ലാംഗ്വേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കീബോർഡിൻ്റെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു മൈക്കിൻ്റെ പിക്ചർ കാണാം. നമ്മളത് എനേബിൾ ചെയ്തിട്ട് ഏത് ലാംഗ്വേജ് ആണോ നമ്മളുടെ കീബോർഡിൽ എനേബിൾ ചെയ്തിരിക്കുന്നത് ആ ലാംഗ്വേജിൽ സംസാരിച്ചാൽ അത് വോയിസ് കേട്ട് കീബോർഡ് തന്നെ ടൈപ്പ് ചെയ്യും. ഓക്കെ, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ജിനു ജോൺ. ഓക്കെ, ഇതുപോലെ നമുക്ക് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ചില നെയിമുകൾ അല്ലെങ്കിൽ ചില വസ്തുക്കളുടെ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ചിലപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അതേപോലെ ടൈപ്പ് ചെയ്യണമെന്നില്ല. ബിക്കോസ് അത് നമ്മളുടെ ഡിക്ഷണറിയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഡിക്ഷണറിയിലുള്ള ഏത് വേർഡും അതിൻ്റെ പ്രോപ്പർ രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മലയാളം ലാംഗ്വേജ് ചൂസ് ചെയ്യാം. മലയാളം ഞാൻ ചൂസ് ചെയ്തു. ഇനി ഞാൻ ആ മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും സുഖമാണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പ്ലസ് നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ MS Word അല്ലെങ്കിൽ Excel മറ്റ് ഏരിയാസ് എവിടെ വേണമെങ്കിലും, അതുപോലെ വെബ്സൈറ്റിൽ ഫോം ഫില്ലിംഗ് ആയാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ സെയിം മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഞാൻ Gboardൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്.
Gboardൽ നമുക്ക് 3 ഡോട്ട് മെനു എടുത്തു കഴിഞ്ഞാൽ കുറേ അഡ്വാൻസ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ടൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൽ സെർച്ച് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായ ഒരു ടൂളാണ്. ഇത് ഞാൻ മോഡിലേക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ മോഡിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് വളരെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയും. ഏറെക്കുറെ പേർക്ക് ഇതിൻ്റെ യൂസേജ് അറിയാവുന്നതാണ്. പിന്നെയുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും മറ്റൊരു ഓപ്ഷനാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയും. ഓക്കെ, ഈ 3 ഓപ്ഷനും ഞാൻ മോഡിലേക്ക് പ്ലേസ് ചെയ്തു. സെറ്റിങ്സും വേഗത്തിലെടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ സെറ്റിങ്സും അവിടേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ Gboardൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് സെർച്ച് ഓപ്ഷനാണ്. സെർച്ച് ഓപ്ഷനിൽ നമുക്ക് നമ്മളുടെ വെബ് ബ്രൗസറിൽ പോയി സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടൻറ്റ് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. കാര്യം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഇമേജ് എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വേണ്ടേ ഇമേജസ് എനിക്കിവിടെ വന്നു. അപ്പോൾ എനിക്ക് ഒരെണ്ണം അത് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തു സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വാട്സപ്പിൽ അത് സെൻഡ് ആവുകയാണ്. ഓക്കെ, അപ്പം വളരെ വേഗത്തിൽ എനിക്കത് സാധിച്ചു. എന്നാൽ അതുപോലെ തന്നെ സെർച്ചിൽ എനിക്ക് ലൈവ് ന്യൂസ് ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാം. അതെനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണുമെങ്കിൽ വ്യൂ മോർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടേക്ക് ആ ന്യൂസ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെർച്ച്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, Gboardലെ മറ്റ് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിൽ ഡിക്റ്റേറ്റ് ലാംഗ്വേജ് ഉണ്ട്, റൈറ്റിൽ ഇംഗ്ലീഷും ഉണ്ട്. അതായത് ഇതിൻ്റെ താഴെയുള്ള ഫീൽഡിൽ ടൈപ്പിംഗ് ഫീൽഡിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത കണ്ടൻറ്റ് നമ്മളുടെ വാട്സപ്പിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഇവിടേക്ക് വരേണ്ട ലാംഗ്വേജ് ഏതാണെന്നുള്ളത് നമ്മുടെ റൈറ്റിൽ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് ജസ്റ്റ് മലയാളമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ എന്ത് ടൈപ്പ് ചെയ്തു അതിൻ്റെ നേരെ മലയാളത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പം ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ട് കീബോർഡ് ഞാൻ മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. കീബോർഡ് ഞാൻ മലയാളത്തിലേക്ക് ആക്കി. ഞാനിവിടെ മലയാളത്തിലൊരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ പേര് ജിനു എന്നാണ്. ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണോ അത് മുകളിലേക്ക് പ്ലേസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാഷ അറിയാത്ത അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇതുപോലെ ചാറ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഏതാണോ അത് നമ്മളിവിടെ സെക്കൻഡ് ഓപ്ഷനിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്കിവിടെ ചൂസ് ചെയ്യാം. നമുക്കറിയാവുന്ന ലാംഗ്വേജ് ലെഫ്റ്റിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഡിക്റ്റേറ്റ് ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെ എനിക്ക് വന്നിരിക്കുന്നൊരു മെസ്സേജ് കണ്ടൻറ്റാണ്. ഇതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് ഏകദേശം നമുക്ക് കണ്ടിട്ടുണ്ട്, അറബിയാണെന്ന് തോന്നും. അപ്പോൾ പക്ഷേ ഇത് സെക്കൻഡ് വന്നിരിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഈ ട്രാൻസ്ലേറ്ററിൻ്റെ താഴെയുള്ള ഫീൽഡിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലാംഗ്വേജ് ഡിക്റ്റേറ്റ് ചെയ്തു. ജാപ്പനീസ് ലാംഗ്വേജാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കണ്ടൻറ്റാണ് മോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് വന്നിരിക്കുന്ന കണ്ടൻറ്റ്. അതുപോലെ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കണ്ടൻറ്റും നമുക്കിതുപോലെ നമുക്ക് മെസ്സേജുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ കണ്ടൻറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വന്നിരിക്കുന്ന ലാംഗ്വേജ് ബംഗാളിയാണ്. ദെൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൂൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. അടുത്തതായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് Gboardലുള്ളത്.
അതിന് ക്ലിപ്പ് ബോർഡ് എന്നാണ് പറയുന്നത്. ഈ ക്ലിപ്പ് ബോർഡിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നമ്മളൊരു കണ്ടൻറ്റ് ഒരിടത്തുനിന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ കണ്ടൻറ്റ് ഞാൻ എക്സാമ്പിൾ ഇങ്ങനെ ലോങ് ഹോൾഡ് ചെയ്തു കോപ്പി ചെയ്തു. ഇത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഇപ്പം മെസ്സേജ് കോപ്പി ചെയ്തെന്ന് മെസ്സേജ് കാണിച്ചു. ഇത് ആക്ച്വലി ഈ ഫോണിൻ്റെ ഒരു ടെമ്പററി മെമ്മറിയിലേക്കാണ് പോകുന്നത്. ടെമ്പററി മെമ്മറീനെ നമ്മൾ നെയിം ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡ് എന്നാണ്. ഓക്കെ, അപ്പം വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ ഈ ഒരു വേർഡിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടെക്നിക്കൽ നെയിമാണത് ക്ലിപ്പ് ബോർഡ്. അപ്പോൾ ഈ ക്ലിപ്പ് ബോർഡിലേക്ക് പോയിട്ടുണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്ലിപ്പ് ബോർഡിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ കോപ്പി ചെയ്തത് ഇവിടെ കാണാം. അതിന് മുമ്പ് കോപ്പി ചെയ്തിരുന്ന കണ്ടൻറ്റൊക്കെ താഴെ റീസെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിധിയുണ്ട്. ഒരു കൂടുതൽ കണ്ടൻറ്റ് വരുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഡിലീറ്റായി പോകും. ഓക്കെ, പക്ഷേ നമുക്ക് താഴെ പിന്നീട് എന്നുള്ളൊരു ഹെഡിങ്ങിൽ കണ്ടോ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ കണ്ടൻറ്റ് ഇവിടുന്ന് പോകില്ല. ഇത് ഞാനിവിടെ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് എക്സാമ്പിൾ ഇതിനെ ഒന്ന് പിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇതിന് ലോങ് ഹോൾഡ് ചെയ്താൽ മതി. ലോങ് ഹോൾഡ് ചെയ്യുമ്പം 3 ഓപ്ഷനാണ്. ഫസ്റ്റ് പേസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പം മുകളിലേക്ക് കണ്ടൻറ്റ് പേസ്റ്റ് ആവും. സെക്കൻഡ് പിന്നാണ്, ഡിലീറ്റാണ് മൂന്നാമത്. അപ്പോൾ ഞാൻ പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ പിന്നീട് എന്നുള്ള അണ്ടറിലേക്ക് അത് വരും. അപ്പം നമുക്ക് എവിടെ ആവശ്യമുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്ക് ഈ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിപ്പം വാട്സപ്പിൽ മാത്രമല്ല, നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഫീൽഡിലേക്കായാലും അതുപോലെ ഫേസ്ബുക്കിലേക്കായാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കണ്ടൻറ്റ് ഈ കീബോർഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെന്നിട്ട് ക്ലിപ്പ് ബോർഡ് എടുത്തിട്ട് നമ്മൾ പിന്നീടായിട്ടുള്ള ഇരിക്കുന്ന ഏത് കണ്ടൻറ്റ് വേണമെങ്കിലും നമുക്കിതുപോലെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ, മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഓരോ തവണയും നോക്കി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതിന് പകരം ഇതുപോലെ പിൻ ചെയ്ത് കീബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് കഴ്സർ പ്ലേസ് ചെയ്യുക, പിൻ ഓപ്ഷനിൽ ചെന്ന് അത് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ആവും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക.